Dear students, welcome to Learner's World. In this video, I'm going to talk about edited highlights of the BBC interview with Mark Zuckerberg, FAUGB AC English Commerce and Management for semester, Calicut University. Summary of edited highlights of the BBC interview with Mark Zuckerberg. In the BBC interview, Facebook co-founder and Meta CEO Mark Zuckerberg revisited the company's foundational mission of connecting the world and building a global community. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ കോഫൗണ്ടർ സഹസ്ഥാപകനും മെറ്റയുടെ CEO ആയിട്ടുള്ള മാർക്ക് സുക്കബർഗുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു BBC ഇൻ്റർവ്യൂ ആണ്. ഇതിൽ കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യത്തെക്കുറിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതുപോലെ കണക്റ്റിംഗ് ദ വേൾഡ്, ലോകത്തെ ബന്ധിപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആശയത്തെക്കുറിച്ചിട്ട് ഇതിൽ സംസാരിക്കുന്നുണ്ട്. The prescribed excerpt from the interview showcases his method of overseeing a global technology business handling public criticism. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു എക്സെപ്റ്റിൽ ആ ഒരു BBC ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ അദ്ദേഹം ഒരു ഗ്ലോബൽ ടെക്നോളജി ബിസിനസ്സിനെ കുറിച്ചിട്ട് ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ പബ്ലിക് ക്രിറ്റിസിസം, വിമർശനങ്ങൾ, പബ്ലിക്കിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. He describes Facebook as a form of social infrastructure similar to a digital town square where people gather, share and find belonging. അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറാണ്, ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ആളുകൾ ഒരുമിച്ച് കൂടുകയും അതുപോലെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ടൗൺ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. ഒരു ഡിജിറ്റൽ ടൗൺ സ്ക്വയറാണ് ഫേസ്ബുക്ക് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇൻ്റർവ്യൂ Kamal Ahmed challenges this idealist view, arguing that Facebook's influence has expanded beyond simple connection into shaping the very social fabric of societies, often with significant political implications. അപ്പോൾ മാർക്ക് സുക്കർബർഗിനെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് കമാൽ അഹമ്മദാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ആശയവുമായിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇതിനെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വെറും ഒരു സിമ്പിൾ കണക്ഷൻ, ആളുകളുമായിട്ടുള്ള കണക്ഷൻ മാത്രമല്ല ഇത് എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. Zuckerberg considers that the early belief that global connectivity would be naturally apolitical was mistaken, and that Facebook has become deeply entangled in political discourse worldwide. അപ്പോൾ ഇതിൻ്റെ സുക്കർബർഗ് പറയുന്നുണ്ട്, തുടക്കത്തിൽ ഫേസ്ബുക്ക് ഒരു അപൊളിറ്റിക്കലായിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതങ്ങനെയല്ല, അത് പൊളിറ്റിക്കലാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതിനെ സമ്മതിക്കുന്നുണ്ട്. A key theme of the interview is the tension between globalism and cultural diversity. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ആഗോളവൽക്കരണവും സാംസ്കാരിക വൈവിധ്യവും തമ്മിലുള്ള ഒരു സംഘർഷമായിരുന്നു. Zuckerberg explained the complexities of governing a platform used by people from widely different cultural, political and social contexts. അപ്പോൾ സാംസ്കാരിക വ്യത്യസ്ത കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അതായത് വ്യത്യസ്ത സാംസ്കാരികപരമായിട്ടുള്ള ആളുകളുണ്ടാകും, രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകളുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അതിലൊരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കോണ്ടന്റ് നോംസ് ഹി നോട്ട്സ് vary enormously across countries. What is acceptable in India may not be in Turkey and vice versa. അതുപോലെ തന്നെയാണ് കോണ്ടന്റ് നോംസ്, അതായത് ഇതിൽ ഉള്ളടക്കങ്ങൾ, ഈ ഫേസ്ബുക്കിലെ കോണ്ടൻറ്റുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ അംഗീകരിച്ച കോണ്ടൻറ്റ് ഒരുപക്ഷെ തുർക്കിയിൽ അതിനെ അംഗീകരിക്കപ്പെട്ടേക്കില്ല എന്നാണ് പറയുന്നത്. തിരിച്ചുണ്ടാവും, തുർക്കിയിൽ അംഗീകരിച്ച കോണ്ടൻറ്റ് ഇന്ത്യയിൽ അംഗീകരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. To address this, Facebook increasingly relies on local teams, regional partners and decentralized decision making rather than imposing uniform Californian standards. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഏകീകരിച്ച കാലിഫോർണിയ മാനദണ്ഡ മാതൃകകളിൽ നിന്ന് മാറി കൂടുതൽ പ്രാദേശിക ടീമുകളെയും അതുപോലെ പാർട്ട്നേഴ്സിനെയൊക്കെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രീകരണമില്ലാത്ത തീരുമാനമെടുക്കൽ മോഡലിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നതെന്ന് പറയുന്നുണ്ട്.
Ed Zuckerberg stresses that certain core safety principles must remain consistent globally. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ലോകമെമ്പാടും ഒരുപോലെ നിലനിൽക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിന് അദ്ദേഹം ഊന്നൽ നൽകുന്നുണ്ട്. ദ കോൺവെർസേഷൻ ദെൻ ഷിഫ്റ്റ് ടു ഇനിക്വാലിറ്റി ആൻഡ് എത്തിക്സ്. പിന്നീട് ഈ ഒരു കോൺവെർസേഷൻ അസമത്വവും അതുപോലെ എത്തിക്സ് ഇതിലോട്ടൊക്കെ നീങ്ങി. അഹമ്മദ് ക്വസ്റ്റ്യൻസ് വെദർ ഫേസ്ബുക്ക് ഇമ്മൻസ് സ്കെയിൽ ഹാസ് inadvertently widen societal inequalities as power and opportunity tend to accumulate already advantaged groups. അപ്പോൾ ഇതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അഹമ്മദ് അവർ പറയുന്നുണ്ട്, അവരൊരു വിമർശനാത്മകപരമായിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ഇനിക്വാലിറ്റിനെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് നൽകുകയല്ലേ ചെയ്യുന്നത്. അതായത് ഓൾറെഡി അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന് മാത്രമല്ല ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്, അവിടെ അസമത്വം നിലനിൽക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. അതിന് സുക്കർബർഗ് നൽകിയത്, സുക്കർബർഗ് അക്നോളജസ് ദ കൺസേൺ ബട്ട് മെയിൻറ്റെയിൻസ് ദാറ്റ് ഫേസ്ബുക്ക് ഈസ് ഫണ്ടമെൻ്റലി എ ടൂൾ. ഇറ്റ്സ് എബിലിറ്റി ടു എംപവർ ഡിപ്പെൻഡ്സ് ഓൺ ദ സറൗണ്ടിങ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു ശക്തി പകരുന്ന ഒരു ടൂൾ മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ടൂൾ, ഫണ്ടമെൻ്റലി ഒരു ടൂൾ മാത്രമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇനീക്വാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ആശയം, അതിൽ ആശങ്കയുണ്ടെന്ന് സുക്കർബർഗ് അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വെറും ഒരു ശക്തി പകരുന്ന ഒരു ഉപകരണം മാത്രമാണെന്ന് പറയുന്നുണ്ട്. He argues that equitable access to the digital world requires broader investment in internet connectivity, education and digital literacy areas where initiatives like the Chan Zuckerberg initiative hope to contribute. അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഡിജിറ്റൽ ലോകത്തിൽ സമത്വപരമായിട്ടുള്ള പങ്കാളിത്തം ലഭിക്കാൻ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അതുപോലെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഡിജിറ്റൽ സാക്ഷരത, ഇതിലൊക്കെ നല്ല നിക്ഷേപം അനിവാര്യമാണ്. ഇത് സാധ്യമാക്കാൻ ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവ് നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഓൾസോ ഹൈലൈറ്റ്സ് മെറ്റാസ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്ക് സെൻറ്റേഡ് ഓൺ ഗുഡ്നസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു മെറ്റയുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ഗുഡ്നസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. നന്മ, സുരക്ഷ, സംരക്ഷണം എന്നീ മൂല്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒന്നാണ് മെറ്റ എന്ന് പറയുന്നത്. ഓൺ ദ ചലഞ്ച് ഓഫ് മിസ്ഇൻഫർമേഷൻ, സുക്കർബർഗ് എംഫസൈസസ് ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വിവരങ്ങൾ, അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയാണ്, മെറ്റ ഈസ് വർക്കിംഗ് ഓൺ സിസ്റ്റംസ് ടു ആഡ് കോണ്ടെക്സ്റ്റ് ടു പോസ്റ്റ്, കൊളാബറേറ്റ് വിത്ത് ഫാക്ട് ചെക്കേഴ്സ് ആൻഡ് ക്രിയേറ്റ് ക്ലിയറർ നോംസ് അറൗണ്ട് റിലയബിൾ ഇൻഫർമേഷൻ. അതായത് പോസ്റ്റുകൾക്ക് കൂടുതൽ പാശ്ചാത്തല വിവരങ്ങൾ ചേർക്കുക, അതുപോലെ ഫാക്ട് ചെക്കറുമായിട്ട് സഹകരിക്കുക, വിശ്വാസയോഗ്യമായിട്ടുള്ള വിവരങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായ നിബന്ധനകൾ സൃഷ്ടിക്കുക, ഈ നടപടികൾ മെറ്റ സ്വീകരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ റൈറ്ററേറ്റ്സ് ദാറ്റ് while platform play a role, government should ultimately define rules for political advertising and harmful content through democratically developed regulations. അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയപരമായിട്ടുള്ള പരസ്യങ്ങളും ഹാനികരമായിട്ടുള്ള ഉള്ളടക്കങ്ങളും അതിൻ്റെ അന്തിമ നിയമങ്ങൾ സർക്കാരുകൾ ജനാധിപത്യ രീതിയിൽ നിർണ്ണയിക്കണം എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ലുക്കിംഗ് അഹെഡ്, Zuckerberg identifies 3 priorities for the next decade: strengthening global community connections, advancing AI and VR or AR technologies toward a future metaverse, and expanding digital infrastructure worldwide. അദ്ദേഹം ഭാവിയിലേക്കുള്ള ഒരു ദിശയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം അടുത്ത ദശകത്തിൽ 3 പ്രധാന മുൻഗണനകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്നാണ് സ്ട്രെങ്തനിങ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി കണക്ഷൻസ്, ആഗോള സമൂഹ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുക, അഡ്വാൻസിങ് എ ആൻഡ് വി ആർ ഓർ എ ആർ ടെക്നോളജീസ് ടുവാർഡ് എ ഫ്യൂച്ചർ മെറ്റാവേഴ്സ്. അതുപോലെ AI, VR ഓർ AR സാങ്കേതികവിദ്യകൾ വികസിപ്പിച്ച് മെറ്റാവേഴ്സ് ഭാവിയിൽ ഉയർത്തുക, ആൻഡ് എക്സ്പാൻഡിങ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വേൾഡ് വൈഡ്. അതുപോലെ ലോകത്തിൽ ഉടനീളം ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക,
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഹി കൺക്ലൂഡ്സ് ബൈ അഫർമിങ് ഹിസ് ഡീപ് കമ്മിറ്റ്മെൻറ്റ് ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് philanthropy and the ongoing work to improve Facebook platform to fulfill its mission of helping people connect and build community worldwide. അദ്ദേഹം കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള നല്ല ശക്തമായിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾ മെച്ചപ്പെടുത്താനും അനുബന്ധമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കാളിയാകാനൊക്കെ അദ്ദേഹം